നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതുകൊണ്ട് എല്ലാരും കേൾക്കാൻ ഞാൻ പറയുവാ, ആരൊക്കെ എതിർത്താലും ഗോപികയെ ഞാൻ വിവാഹം കഴിച്ചിരിക്കും. ഋഷി എവിടെയാ? അവരിവിടെ വന്നിട്ടില്ല. ഇവിടെ എവിടെ തന്നെ ഉണ്ട്. ഋഷി 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 ഇവനിതെവിടാ? ഋഷി എവിടെയാ നീ? ഋഷി എവിടെ? ഇവനിത് എവിടെ പോയി? ഋഷി ഋഷി എടാ, നീ എന്റെ മോൻ തന്നെയാണോടാ? എന്റെ വയറ്റിൽ തന്നെയാണോ നീ പറഞ്ഞേ? അന്ന് അമ്പലത്തിൽ വെച്ച് നീ ഇവളെ താലി കെട്ടാൻ പോയ നേരത്ത് അവിടെ വെച്ച് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. അതായിരുന്നു വേണ്ടത്. പക്ഷേ അന്ന് നീ എന്റെ മുന്നിൽ നാടകം കളിച്ചു അല്ലേ? ഇവൻ എന്നെ വിട്ടിയാക്കി. എന്റെ ജീവന് ഒരു തരിമ്പ് പോലും വില നൽകാതെ ഇവൻ എന്നെ കള്ളം പറഞ്ഞു പറ്റിച്ചു. അമ്മേ, ഞാൻ എന്നെക്കാളും എന്റെ ജീവനേക്കാളും വലുതാണോടാ നിനക്ക് ഗോപികയോടുള്ള പ്രേമം? നിനക്കത് വലുതായിരിക്കാം, പക്ഷെ എനിക്ക് വലുത് നിന്റെ ജീവനാടാ. അതുകൊണ്ടാ നീയും ഗോപികയായിട്ടുള്ള വിവാഹം ഈ അമ്മ തടയുന്നേ. എനിക്ക് എന്റെ മോനെ ജീവനോടെ എന്നും വേണം. അത് മനസ്സിലാക്കാതെ നീ എന്തിനാടാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഗോപികയുടെ പിന്നാലെ ഭ്രാന്ത് പിടിച്ചതുപോലെ അലയുന്നേ? അമ്മയ്ക്ക് എന്റെ ജീവനാണ് വലുതെങ്കിൽ ഈ നിൽക്കുന്ന ഗോപികയാണ് എന്റെ ജീവൻ. ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവളെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതം മരണതുല്യമായിരിക്കും. ശവമായിട്ടായിരിക്കും പിന്നെ ഋഷി ജീവിക്കുന്നത്. അമ്മയ്ക്ക് അത് മതിയോ? ജീവച്ഛവമായ ഒരു ഋഷിയെ മതിയോ അമ്മയ്ക്ക്? എനിക്ക് പറ്റില്ല. ചത്തതിന് തുല്യമായിട്ട് ജീവിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. ഋഷി ഇനി ജീവിക്കുന്നെങ്കിൽ അത് ഈ ഗോപികയോടൊപ്പം തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാരും കേൾക്കാൻ ഞാൻ പറയുവാ, ആരൊക്കെ എതിർത്താലും ഗോപികയെ ഞാൻ വിവാഹം കഴിച്ചിരിക്കും. ഗോപികയുടെ ജാതകത്തിലെ ദോഷം അറിഞ്ഞിട്ടും നിനക്കുള്ള കെട്ടണോ അല്ലടാ? അയ്യോ ദേവേട്ടാ, ഇവനെന്താ ഇങ്ങനെ?
സമാധാനമായിട്ടിരിക്കും. ആന്റി ഇപ്പൊ വരാം. നല്ല കുട്ടിയായിട്ടിരിക്കണം. ഋഷി, നീ നിന്റെ പിടിവാശി അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചേ മതിയാവും. അമ്മ പറയുന്നത് നീ ഒന്ന് കേക്കണം. തീരുമാനിച്ചതുപോലെ തന്നെ കല്യാണം നടക്കണം. നടന്നേ തീരൂ. ഋഷി പറയുന്ന അനുസരിക്ക്. വെറുതെ ആൾക്കാരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തരുത്. നീ ഞങ്ങളെ നാണം കെടുത്തിയ അഞ്ജിതയുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയ പിന്നെ ഞങ്ങൾ അപമാനവും സഹിച്ച് ജീവിച്ചിരിക്കില്ല. ഓർത്തോ? ശരി ശരി, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ഞാൻ കാരണം ആരും ജീവൻ കൊടുക്കാൻ നിൽക്കണ്ട. ആഗ്രഹിച്ച ജീവിതത്തിന് വേണ്ടി വാശി പിടിച്ചിട്ട് ഒടുവിൽ ഒറ്റപ്പെട്ടത് ഞാനല്ലേ? ഇതെന്റെ വിധിയാണ്. അത് ഞാൻ അനുഭവിച്ചോളാം. ജീവിതകാലം മുഴുവനും ഈ കെട്ടുമാറാപ്പുമായിട്ട് ഞാൻ ജീവിച്ചോളാം. അപ്പൊ എല്ലാവർക്കും സമാധാനാവുമല്ലോ, സന്തോഷാവുമല്ലോ. ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾ നിശ്ചയിച്ചപടി തന്നെ നടക്കട്ടെ. എന്നാ നീ വേഗം കതിർ മണ്ഡപത്തിലേക്ക് ചെല്ല്. അമ്മേ, അങ്ങോട്ട് ചെന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്ക്. ഞാൻ നോക്കിയിട്ട് വരാം. ആ ശരി. നിങ്ങളോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? വലിയൊരു അപമാനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. മാഡം, അത് ദേവികെ, നീ പോയി അഞ്ജിതയെ കതിർ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നോക്കുമോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.